ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ്, കമ്പ്യൂട്ടർ സയൻസിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സിലബസ് ആണത്. അപ്പോൾ ഇതിൽ കണ്ടില്ലതാ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്സ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ഈ കമ്പ്യൂട്ടർ. പല ആളുകളും, ഇപ്പൊ എല്ലാവരും അല്ലേ ഞാൻ പറയുന്നത്, പല ആളുകളും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഭാഗമാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും അല്ലെങ്കിൽ എക്കണോമിക്സ് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകും. അപ്പം ഇതെന്ന് പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ വിട്ടുപോകും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മാർക്കും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ മറ്റ് സബ്ജക്റ്റ് പോലെ എല്ലാ സബ്ജക്റ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ പോലും കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ഒരു ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന പോലെ അത്ര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഒന്നുമല്ല. കമ്പ്യൂട്ടർ IT വാസ്റ്റ് ആണ്, പക്ഷെ നമ്മുടെ സിലബസിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അത് നമ്മളൊരു കമ്പ്യൂട്ടറിനെ കുറിച്ച് ഏകദേശം ഒക്കെ ഒരു ധാരണ ഉള്ള ആൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഒന്നിരുന്നാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ 5 മാർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ സിലബസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ നോക്കിയാൽ കാണാം എന്താ പറയുന്നത്. ഫസ്റ്റ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, മെമ്മറി ഡിവൈസസ് ഒക്കെയാണ് ഹാർഡ്വെയറിൽ വരിക. പിന്നെ വരുന്നത് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് എന്താണ്, അതുപോലെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണ്, ഇന്റർനെറ്റ്, സൈബർ ക്രൈം, സൈബർ ലോസ്, ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ട് പഠിക്കാൻ. അതത്ര കുറേ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് നമ്മളൊന്ന് ഇരുന്ന് ശ്രമിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സിലബസിൽ ഫസ്റ്റ് പറയുന്നതാണ് അല്ലെ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹാർഡ്വെയർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് ഹോൾ ദ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ വിച്ച് ആർ വിസിബിൾ ആൻഡ് ടച്ചബിൾ. അതായത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് ഒരുപാട് പാർട്സിന് നമുക്കറിയാം അല്ലെ. കമ്പ്യൂട്ടറിന് മൗസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, അതൊന്നും അറിയാത്തവരായിട്ട് ആരില്ലല്ലോ. കമ്പ്യൂട്ടറിന് മൗസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, CPU ഉണ്ട്, UPS ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് കാണാനും അതുപോലെ തൊടാനും പറ്റിയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ വരും? കീബോർഡ് വരും, കമ്പ്യൂട്ടറിന്റെ മൗസ് വരും, പ്രിന്റർ, സ്കാനർ എക്സെട്ര. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്തായിരിക്കും? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എന്താണ്? ഒരു കമ്പ്യൂട്ടറിന്റെ പാർട്ട് തന്നെയാണ്. അതിനെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അതായത് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് എങ്ങനെയാണ് അത് മനസ്സിലാവണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏതെങ്കിലും ഒരു ആപ്പ് തുറക്കണം. അപ്പൊ നമ്മൾ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തുറക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാണ് കമ്പ്യൂട്ടറിൽ. അപ്പൊ അത് നടക്കണം എന്ന് കമ്പ്യൂട്ടറിന് എങ്ങനെ മനസ്സിലാവുന്നത്? അപ്പൊ കമ്പ്യൂട്ടറിൽ അതിനനുസരിച്ച് ഒരു ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ആ സോഫ്റ്റ്വെയർ നമുക്ക് കാണാം, പക്ഷെ സോഫ്റ്റ്വെയറിനെ നമുക്ക് തൊടാൻ കഴിയില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾസ് ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് വെബ് ബ്രൗസർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് വെബ് ബ്രൗസർ. ഓക്കെ, അതായത് നമ്മൾ ഇന്റർനെറ്റിൽ സ്ക്രോൾ ചെയ്യുന്ന, ബ്രൗസ് ചെയ്യുന്നത്, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റംസ് ആണല്ലേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെബ് ബ്രൗസർ ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്? കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും തമ്മിലുള്ള മാറ്റം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഒന്നുമില്ല, കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന പാർട്സ്, കീബോർഡ്, മൗസ് എക്സെട്ര അങ്ങനെയുള്ളത്. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ കീബോർഡിന്റെ മൗസിന്റെ പോലെ നമുക്ക് തൊടാൻ പറ്റിയ ഒരു സാധനമല്ല. അതെന്താണ്? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെബ് ബ്രൗസർ ഒന്നും ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടർ റൺ ചെയ്യിക്കാൻ കഴിയില്ല. അപ്പൊ കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉൾക്കൊള്ളുന്നതാണ് എന്ത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പിന്നെന്താണ്? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇത് രണ്ടും ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പൂർണ്ണമാവുള്ളൂ. ഹാർഡ്വെയർ മാത്രമുണ്ട്, കുറെ ഒരു കീബോർഡും മൗസും മോണിറ്ററും ഒക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല?
സോഫ്റ്റ്വെയർ ഒന്നുമില്ല, അപ്പൊ കമ്പ്യൂട്ടർ റൺ ചെയ്യുമോ? ഇല്ല. അപ്പൊ സോഫ്റ്റ്വെയറും കൂടി ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടർ റൺ ചെയ്യുള്ളൂ. അതേപോലെ സോഫ്റ്റ്വെയർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സോഫ്റ്റ്വെയർ റൺ ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം? ഹാർഡ്വെയർ വേണം. അപ്പൊ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മസ്റ്റ് ആണ്. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർസ് റൺ ചെയ്യിക്കണമെങ്കിൽ ഹാർഡ്വെയർ വേണം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാർഡ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തന്നെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ I⁻P എന്ന് എഴുതിയത് ഇൻപുട്ട് എന്നാണ് കേട്ടോ. വായിക്കാൻ അറിയാത്തവര് ശ്രദ്ധിക്കുക. I⁻P എന്ന് എഴുതിയത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിൽ. എന്ത് വരുന്നുണ്ട്? ഇൻപുട്ട് ഡിവൈസുകൾ വരുന്നുണ്ട്. രണ്ടാമത്തത് O⁻P എന്ന് എഴുതിയത് ഔട്ട്പുട്ട് എന്നാണ് വായിക്കുക. ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഓക്കെ, ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, രണ്ടാമത്തേത് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയാണ് CPU. മൂന്നാമത്തേത് CPU. ഇങ്ങനെ ഹാർഡ്വെയറിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് മൂന്ന് ക്ലാസിഫിക്കേഷൻ? ഒന്ന് ഇൻപുട്ട്, രണ്ടാമത്തേത് ഔട്ട്പുട്ട്, മൂന്നാമത്തേത് CPU. അപ്പൊ എന്താണ് ഇൻപുട്ട് ഡിവൈസുകൾ, എന്താണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ, എന്താണ് CPU? ഇതിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തത് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഡിവൈസുകളാണ്, ഉപകരണങ്ങൾ. അതായത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ അങ്ങോട്ടൊരു ഇൻഫർമേഷൻ കൊടുത്താലല്ല കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുള്ളൂ. അതിന് നമ്മൾ കൊടുക്കാൻ സഹായിക്കുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഉപകരണങ്ങളാണ്, ഡിവൈസുകളാണ്, കമ്പ്യൂട്ടറിന്റെ പാർട്സുകളാണ് ഇൻപുട്ട് ഡിവൈസുകൾ. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീബോർഡ്. ഇപ്പൊ കീബോർഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? കീബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യും. എന്താ ടൈപ്പ് ചെയ്യുന്നത്? നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കീബോർഡ് യൂസ് ചെയ്യണം. അപ്പൊ കീബോർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറയാം. ഓക്കെ, കമ്പ്യൂട്ടറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡാറ്റ അങ്ങോട്ട് കൊടുക്കാൻ, ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ദെൻ കം ടു ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡാറ്റ ഒക്കെ കൊടുത്തു, ഡാറ്റയ്ക്ക് എൻ്റർ ചെയ്തു, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലെ. ആ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ആ കമ്പ്യൂട്ടറിന് ഏതൊരു പാർട്ട്, കമ്പ്യൂട്ടറിന്റെ ഏത് പാർട്ടിലൂടെയാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്, കമ്പ്യൂട്ടറിൽ നമുക്ക് ഫൈനൽ കിട്ടേണ്ട ആ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിക്ചർ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഒരു പിക്ചർ വരച്ചു. അപ്പൊ പിക്ചർ വരച്ചിട്ട് ആ പിക്ചർ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്ക്രീനിൽ ആ പിക്ചർ കാണും അല്ലെ. അപ്പൊ ആ സ്ക്രീൻ, അവിടെ മോണിറ്റർ എന്ന് പറയുന്ന അവിടെ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത നമ്മുടെ കമ്പ്യൂട്ടറിലെ വർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിനെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്ന പാർട്ടാണ്, കമ്പ്യൂട്ടറിന്റെ പാർട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, ഇനി അടുത്തത് CPU. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് CPU. CPUന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ കമ്പ്യൂട്ടറിന് എന്ത് ആവശ്യമാണ്? CPU ആവശ്യമാണ്. CPU ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ല എന്ന് തന്നെ പറയാം. CPU അടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞേ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഇപ്പൊ CPU ഇല്ലെങ്കിൽ എന്തില്ല, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. അപ്പൊ അതാണ്, അതും ഒരു ഹാർഡ്വെയർ ആണ്. ഇതിന്റെ കൂടെ ഉള്ള ഒരു വലിയൊരു ബോക്സ് പോലൊരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ CPU എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് മൂന്നുമാണ് ഹാർഡ്വെയറിന്റെ 3 ടൈപ്പ്: ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU. ഓക്കെ, ഇനി ഇതിപ്പോ എന്താണ്? നമ്മള് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ ക്ലാസിഫൈ ചെയ്തതാണ്. ഇനി കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിനെ ഇതുപോലെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർസും രണ്ടാമത്തേത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിൽ തന്നെയുള്ള സോഫ്റ്റ്വെയറുകളാണ്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അപ്ലിക്കേഷൻസ്, അതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഹാർഡ്വെയർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അപ്പൊ ഹാർഡ് വയറിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ, അതേപോലെ CPU. അതിൽ ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ഫോർ ഇൻപുട്ട് ദ ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ബൈ ടൈപ്പിംഗ്, ക്ലിക്കിംഗ് ഓർ ബൈ സ്കാനിങ്. അതായത് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ്, നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ചെയ്യണം. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കിട്ടാൻ നമ്മൾ അങ്ങോട്ടൊരു ഡാറ്റ കൊടുക്കണം. അപ്പൊ അങ്ങോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്, ഉപകരണങ്ങളാണ് എന്ത്, ഇൻപുട്ട് ഉപകരണങ്ങൾ, ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്? ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് കീബോർഡ്. അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക. ഏതെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യും. അപ്പോ ക്ലിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മൗസ്. അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുക. സ്കാൻ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്കാനർ യൂസ് ചെയ്യും. അപ്പൊ ഇത് മൂന്നും യൂസ് ചെയ്തിട്ടാണ് കോമൺലി ഇൻപുട്ട് നമ്മൾ കൊടുക്കാറ്. അപ്പൊ അതാണ് ഇൻപുട്ട് ഡിവൈസ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇൻപുട്ട് ഡിവൈസസിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ 3 എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു: കീബോർഡ്, മൗസ്, സ്കാനർ. അപ്പൊ വേറെയും ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട്. അപ്പൊ ഓരോ ഡിവൈസിന് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കീബോർഡ്. കീബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡിനെ അറിയപ്പെടുന്നത് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നാണ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് മുമ്പ് ഒരു എക്സാം ചോദിച്ചിട്ടുണ്ട്, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്ന ഡിവൈസ് ചെയ്ത്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അതിന് പറയപ്പെടുന്ന മറ്റൊരു പേരാണ് ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. അതായത് ടെക്സ്റ്റ് രൂപത്തിലാണ് നമ്മൾ കീബോർഡിൽ ഇൻപുട്ട് കൊടുക്കുക. അതായത് ആൽഫ ന്യൂമറിക് ടെക്സ്റ്റുകൾ വേർഡ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയാം. ടെക്സ്റ്റ് മെസ്സേജ് എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അപ്പൊ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡ് ആണ്. ഇനി കീബോർഡ് ഡിസ്കവർ ചെയ്തത് ആരാണ്? കീബോർഡ് കണ്ടെത്തിയത് ക്രിസ്റ്റഫർ ഷൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ക്രിസ്റ്റഫർ ഷൂൾസ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രിസ്റ്റഫർ ഷൂൾസ് ആണ് കീബോർഡ് കണ്ടെത്തിയത്. അദ്ദേഹം കണ്ടെത്തിയ കീബോർഡാണ് ക്യൂവേർട്ടി കീബോർഡ്. അപ്പൊ കീബോർഡ് പല ടൈപ്പ് കീബോർഡ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കീബോർഡാണ് ഈ ക്യൂവേർട്ടി കീബോർഡ് എന്ന് പറയുന്നത്. എന്താണ് ക്യൂവേർട്ടി കീബോർഡ്? അതായത് ഇപ്പൊ നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡ് എടുത്ത് ചെക്ക് ചെയ്താലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലെന്താണ് അതിലെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ. ഫസ്റ്റ് റോയില്, ആദ്യത്തെ നിരയില് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അതിൽ QWERTY എന്നുള്ള ലെറ്റേഴ്സ് ആയിരിക്കും ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക. ഒരു കീബോർഡിൽ ABCD ഓർഡറിലല്ലല്ലോ ലെറ്റേഴ്സ് കൊടുക്കുക. ഈ ഒരു ഓർഡറിൽ QWERTY എന്നുള്ള ഓർഡറിലാണ് കീബോർഡിൽ ലെറ്റേഴ്സ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ കീബോർഡിനെ പറയുന്ന പേരാണ് എന്ത്? ക്യൂവേർട്ടി കീബോർഡ്. അപ്പൊ ക്യൂവേർട്ടി കീബോർഡ് കണ്ടെത്തിയത് ക്രിസ്റ്റഫർ ഷൂൾസ് ആണ്. ക്രിസ്റ്റഫർ ഷൂൾസ്. ദെൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കീബോർഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കീബോർഡ് മാത്രമല്ല, വേറെയും പലതരത്തിലുള്ള കീബോർഡുകൾ ഉണ്ട്. അപ്പൊ മറ്റു 2 കീബോർഡ് ലേഔട്ടുകളാണ് അസേർട്ടി അതുപോലെ ഡൊറാക്ക് എന്ന് പറയുന്നത്. അസേർട്ടി ആൻഡ് ഡൊറാക്ക്. ഇതും കീബോർഡ് ലേഔട്ടിന് എക്സാമ്പിൾ ആണ്. പക്ഷെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ക്യൂവർട്ടി ആണ്. അപ്പൊ അസേർട്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ഫസ്റ്റ് റോള് AZERTY ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കീബോർഡിന്റെ ലേഔട്ടിന് പേര് കൊടുക്കുന്നത്. ഇനി നമ്പർ ഓഫ് കീസ് ഇൻ സ്റ്റാൻഡേർഡ് കീബോർഡ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിലുള്ള കീയുടെ എണ്ണം എന്ന് പറയുന്നത് 104 ആണ്. 104, 104. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു കൗണ്ട്, ആ നമ്പർ അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് കീസ് ഇൻ സ്റ്റാൻഡേർഡ് കീബോർഡ് എന്ന് പറയുന്നത് 104. അതുപോലെ ടൈപ്പ് ഓഫ് കീസ് ഇൻ കീബോർഡ്. അപ്പൊ കീബോർഡിൽ പലതരത്തിലുള്ള കീസ് ഉണ്ട് അല്ലെ? എല്ലാ കീസ് ഒരുപോലെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്. എന്തുണ്ട്? ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഉണ്ട്, ABCD ഉണ്ട്, അതേപോലെ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ വേറെ പല കീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷിഫ്റ്റ് കീ ഉണ്ട്, കൺട്രോൾ ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള കീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കീബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. കണ്ടെത്തിയത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ക്രിസ്റ്റഫർ ഷൂൾസ് ആണ്. അദ്ദേഹം കണ്ടെത്തിയ കീബോർഡാണ് ക്യൂവേർട്ടി കീബോർഡ്. കോമൺലി യൂസ്ഡ് കീബോർഡാണ് ക്യൂവേർട്ടി കീബോർഡ് എന്ന് പറയുന്നത്. മറ്റ് 2 ലേഔട്ടുകളാണ് അസേർട്ടി, ഡൊറാക്ക്. ഇനി ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിലുള്ള കീസിന്റെ എണ്ണം
എത്ര കീസ് ഉണ്ടായിരിക്കും? 104, 104 കീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഒരു 4 ഓപ്ഷൻ തരികയാണ്, 4 കീബോർഡ് ലേഔട്ടുകൾ തരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അതില് ചുവടെ പറയുന്നവയിൽ ഒരു കീബോർഡ് ലേഔട്ട് അല്ലാത്തത് ഏത്? അപ്പൊ 3 എന്തായിരിക്കും? ക്യൂവേർട്ട്, അസേർട്ടി, ഡൊറാക്കും 3 തരും. ഒന്ന് വേറെ എന്തെങ്കിലും ഒക്കെ ഒന്നും തരും, അല്ലാത്ത കീബോർഡ് ലേഔട്ട് അല്ലാത്ത. അപ്പൊ ഇത് 3 ലേഔട്ട് ആണെന്ന് എന്തായാലും ഉറപ്പാണല്ലോ. അപ്പൊ 4മത്തേതായിരിക്കും തെറ്റായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കീബോർഡിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 ടൈപ്പ് കീസ് ആണ് ഒരു കീബോർഡിൽ ഉള്ളത്. 5 കീസ് ആണ് കീബോർഡിൽ ഉണ്ടായിരിക്കുക. ഒന്നാമത്തത് ആൽഫ ന്യൂമറിക് കീസ്. ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള A to Z ലെറ്റേഴ്സ്, A മുതൽ Z വരെയുള്ള ഇംഗ്ലീഷ് ലെറ്ററുകളും അതിന്റെ കൂടെ ഡിജിറ്റ്സ് 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സും അതേപോലെ 26 ആൽഫബറ്റിക്സിന്റെ കീസും. ഈ 26ഉം 10ഉം എത്രയായി? 36 കീസ്. ഇതിനെയാണ് ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഫങ്ഷണൽ കീസ്. ഫങ്ഷണൽ കീ എന്ന് പറഞ്ഞാൽ കീബോർഡിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് കണ്ടിട്ടുണ്ടാവും F1, F2, F3 എന്നൊക്കെ പറഞ്ഞിട്ട് F12 വരെയുള്ള ഫങ്ഷണൽ കീസ്. അങ്ങനെ 12 ഫങ്ഷണൽ കീസ് ആണുള്ളത്. അതാണ് ഫങ്ഷണൽ കീ എന്ന് പറയുന്നത്. അതായത് ഓരോ F1 അല്ലെങ്കിൽ F2 അങ്ങനെ ഓരോ ഫങ്ഷണൽ കീക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഫങ്ഷണൽ കീ. ദെൻ മൂന്നാമത്തത് മോഡിഫയർ കീസ്. മോഡിഫയർ കീസിൽ വരുന്നതാണ് ആൾട്ടർ, കൺട്രോള്, ഷിഫ്റ്റ്. ആൾട്ട്, കൺട്രോള്, ഷിഫ്റ്റ്, ഇത് മൂന്നുമാണ് മോഡിഫയർ കീസ്. ദെൻ നാലാമത്തേത് ടോഗിൾ കീസ്. അപ്പൊ ടോഗിൾ എന്നുള്ളതിന്റെ മീനിങ് മിന്നി മറയുക അല്ലെങ്കിൽ മിന്നുക എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോ ടോഗിൾ കീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോസ് ഹു ലൈറ്റ് ഓൺ ആൻഡ് ഓഫ്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കീ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. അത് ഏത് കീ ആണ്? കീബോർഡിലെ ക്യാപ്സ് ലോക്ക്. അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ക്യാപ്സ് ലോക്ക്. അതുപോലെ നമ്പർ ലോക്ക്. ഈ 2 കീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കീബോർഡിൽ ലൈറ്റ് കത്തും. അത് നമ്മൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ആ ലൈറ്റ് പോവുകയും ചെയ്യും. അപ്പൊ അതാണ് ആ 2 കീസ് ആണ് ടോഗിൾ കീ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് കീസ് ആണ് നാവിഗേഷണൽ കീസ്. നാവിഗേഷണൽ എന്ന് പറഞ്ഞാല് നാവിഗേഷൻ എന്ന് പറയുന്നത് നമ്മള് നേവി, കപ്പൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വേർഡാണ് അല്ലെ. അതായത് നമ്മളെ ഡയറക്ഷൻ കാണിക്കാൻ എന്നുള്ളതാണ് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് 4 ആരോസ്, മുകളിലേക്കും 2 സൈഡിലേക്കും താഴേക്കുള്ള 4 ആരോ കണ്ടിട്ടുണ്ടാവും കീബോർഡിൽ. അപ്പൊ അത് നാവിഗേഷണൽ കീയിൽ വരും. പിന്നെ പേജ് അപ്പ്, പേജ് ഡൗൺ കീ ഉണ്ട്, ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട്, എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട്. ഇതൊക്കെ എന്തിൽ വരും? നാവിഗേഷണൽ കീസ് എന്നുള്ളതിൽ വരും. അപ്പൊ ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് കീസ് ആണുള്ളത്. ഒന്നുകൂടി പറയാം: ആൽഫ ന്യൂമറിക് കീസ്, ഫങ്ഷണൽ കീസ്, മോഡിഫയർ കീസ്, ടോഗിൾ കീസ് ആൻഡ് നാവിഗേഷണൽ കീസ്. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z ലെറ്റേഴ്സും അതുപോലെ 0 to 9 ഡിജിറ്റ്സും. ഫങ്ഷണൽ കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1, F2 അങ്ങനെ F12 വരെ 12 ഫങ്ഷണൽ കീകൾ. മൂന്നാമത്തേത് മോഡിഫയർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്ട്, കൺട്രോള്, ഷിഫ്റ്റ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നാലാമത്തേത് ടോഗിൾ കീസ്, ലൈറ്റ് കത്തുന്ന കീസ്, ക്യാപ്സ് ലോക്കും നമ്പർ ലോക്കും. ദെൻ അഞ്ചാമത്തേത് നാവിഗേഷണൽ കീസ്, നമുക്കൊരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 4 ആരോസ്, പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, എൻഡ്, ഇതൊക്കെയാണ് നാവിഗേഷണൽ കീസിൽ വരുന്നത്. ഓക്കെ, ഒരു കീബോർഡിന്റെ കോമൺ ആയിട്ടുള്ള ലേഔട്ട് എന്ന് പറയുന്നത്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലേഔട്ട് QWERTY ആണെന്ന് പറഞ്ഞു. ഇനി അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. അധികം ആൾക്കാർ, ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും മലയാളികളാണെങ്കിലും നമ്മൾ അധികം ആൾക്കാരും എന്താണ് നമ്മുടെ ഫോണിൽ നമ്മൾ കീബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെ. അപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കീബോർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ബൈനറി ഡിജിറ്റ് ഓൺലി ഹെൻസ് ചേഞ്ച് ഈച്ച് ലെറ്റർ ടു ബൈനറി കോഡ്. അതായത് നമ്മളിപ്പോ കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്, എന്ത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ ക്രോം തുറക്കും, എന്നിട്ട് അതിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് ടൈപ്പ് ചെയ്യും. അപ്പം കമ്പ്യൂട്ടർ സയൻസ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഓക്കെ കൊടുക്കുന്ന സമയത്ത് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടർ സയൻസ് ആണ് നമ്മൾ കൊടുത്തതെന്ന് മനസ്സിലാവുന്നത്? നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് ടൈപ്പ് ചെയ്താൽ ഒരിക്കലും കമ്പ്യൂട്ടറിന് അത് വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ പറ്റില്ല.
കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ്സ് ആണ്. ഓക്കെ, ബൈനറി ഫോർമാറ്റിലാണ് കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും, നമ്മൾ എന്ത് ഇൻഫർമേഷൻ ഇൻപുട്ട് കൊടുത്താലും, നമ്മൾ ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം കമ്പ്യൂട്ടർ റീഡ് ചെയ്യേണ്ടത് ബൈനറി ഡിജിറ്റിലാണ്. അപ്പൊ നമ്മൾ കൊടുത്ത ഈ ഒരു ടെക്സ്റ്റിനെ ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തും ഓരോ ലെറ്ററും എന്ത് ചെയ്യുന്നുണ്ട്, ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസിനെ ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ്. ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ഇത് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡിന് എക്സാമ്പിൾ ആണ് ASCII എന്ന് പറഞ്ഞിട്ടുള്ളത്. ASCII അതാണ് ASCII എന്നാണ് കുട്ടി വായിക്കുന്നത്. അതിന്റെ ഒരു ഫുൾ ഫോം ഉണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ASCIIന്റെ ഫുൾ ഫോം ആയിട്ടും ASCII എന്താണ്, അതുപോലെ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡിന് എക്സാമ്പിൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ASCII എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ്. എന്താണ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷനെ, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്. അതാണ് ഒരു ലാംഗ്വേജ് അല്ല, സോറി, ഒരു ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത്, ഈ ASCII എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ഫുൾ ഫോം എന്താന്ന് നോക്കാം. ASCIIന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതാണ് ASCII എന്നുള്ളതിന്റെ ഫുൾ ഫോം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. A ഫോർ അമേരിക്കൻ, S സ്റ്റാൻഡേർഡ്, C കോഡ്, I ഇൻഫർമേഷൻ, I ഇന്റർചേഞ്ച്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് എന്താണ് ASCII എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ASCII എന്ന് പറയുന്നത് ഒരു 7 ബിറ്റ് കോഡാണ്. 7 ബിറ്റ് കോഡാണ്. 7 ബിറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁻7 ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും ഈ ഒരു സ്റ്റാൻഡേർഡിന്, അല്ലെങ്കിൽ ഈ ഒരു എൻകോഡിംഗ് സോഫ്റ്റ്വെയറിന് 2⁻7 ക്യാരക്ടേഴ്സ്. 2⁻7 എന്ന് പറഞ്ഞാൽ 128 ആണ്. അപ്പൊ ഒരേ സമയം 128 ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് കഴിയും, ഈ ഒരു ASCIIക്ക് കഴിയും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റയിൽ 128 ക്യാരക്ടേഴ്സിനെ ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും, ബൈനറി ഡിജിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ASCII എന്ന് പറയുന്നത് ഒരു 7 ബിറ്റ് കോഡാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, അപ്പൊ എന്തിനാണ് ASCII യൂസ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. എന്തിനാണ് ബൈനറി ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്, റീഡ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇനി ഇതുപോലെ ഇതൊരു എക്സാമ്പിൾ ആണ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ASCII എന്ന് പറഞ്ഞു. അതുപോലെ മറ്റ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡുകളും ഉണ്ട്. മറ്റ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡിന് എക്സാമ്പിൾ ആണ് EBCDIC, 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 യൂണിക്കോഡ്. ഇത് രണ്ട് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ 3 നമ്മൾ പഠിച്ചു, ASCII, EBCDIC, യൂണിക്കോഡ്. അപ്പൊ 4 തന്നിട്ട് ചോദിക്കാം, ഇതിൽ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡിന് ഉദാഹരണം അല്ലാത്തത് ഏത്, എക്സാമ്പിൾ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഇത് 3 അല്ലാത്തത്. ഇത് 3 തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് 3 അല്ലാത്തതായിരിക്കും നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇൻ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജ്. ഇന്ത്യൻ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ISCII ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ASCIIയുടെ ASCII ആയിരുന്നു. അത് ഇവിടെ എന്തായിട്ട് മാറും, A എന്നുള്ളത് അമേരിക്കൻ എന്നുള്ളത് ഇന്ത്യൻ ആയിട്ട് മാറും, ISCII എന്ന് വരും. അതുപോലെ അവിടെ എന്തായിരുന്നു, അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്നായിരുന്നു, ഇവിടെ ഇന്ത്യൻ സ്ക്രിപ്റ്റ് എന്നാണ്. ഇവിടെ S സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് ISCII യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്.
ഇനി ASCII എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 7-bit കോഡാണെന്ന് പറഞ്ഞു. ഇവിടെ ISCII വരുന്നത് 8-bit കോഡാണ്. 8-bit കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2⁸ ക്യാരക്ടേഴ്സ്. 2⁸ എന്ന് പറഞ്ഞാല് 258 ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ് എന്ത്? ISCII എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാ, ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ASCII ആണ്, ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതൊരു 7-bit കോഡാണ്, അതായത് 128 ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, 2⁷. ഇനി മറ്റ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് ആണ് എബ്സിഡിക്കും യൂണിക്കോഡും. ഇന്ത്യൻ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ് ISCII, ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ചേഞ്ച്. ഇതെന്താണ്? ഒരു 8-bit കോഡാണ്, അതായത് 2⁸, 258 ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് കീബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, നമ്മൾ കീബോർഡിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്. മൗസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവും. മൗസ് കമ്പ്യൂട്ടറിന്റെ കൂടെയുള്ള നമ്മൾ പോയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ സെലക്ട് ചെയ്യാൻ, എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ നമ്മൾ മൗസ് യൂസ് ചെയ്തിട്ട് മൗസിനെ എന്ത് ചെയ്യും? നമ്മൾ മൂവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമുക്ക് വേണ്ടതിന്റെ അടുത്ത് കൊണ്ട് ചെന്നിട്ട് ആ ഒരു പോയിന്റർ, മൗസ് പോയിന്റർ ഉണ്ടാവും, ആ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അല്ലെ? അപ്പൊ പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസിനെ എന്താണ് പറയാ? പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ്. വേറെയും പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ് ഉണ്ട്, പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത്. ഇനി മൗസ് ഡിസ്കവേർഡ് ബൈ ഡഗ്ലസ് എംഗൽബാർട്ട്. ഡഗ്ലസ് എംഗൽബാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മൗസിനെ കണ്ടെത്തിയത്. ഡഗ്ലസ് എംഗൽബാർട്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, ആ പേര് ഓർത്തു വെക്കുക കേട്ടോ. ഡഗ്ലസ് എംഗൽബാർട്ട്. അപ്പൊ മൗസ് ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അത് കണ്ടെത്തിയത് ആരാണ്? ഡഗ്ലസ് എംഗൽബാർട്ട്. കീബോർഡ് കണ്ടെത്തിയത് ആരായിരുന്നു? ക്രിസ്റ്റഫർ ഷൂൾസ് ആയിരുന്നു അല്ലെ? കീബോർഡ് കണ്ടെത്തിയത് ക്രിസ്റ്റഫർ ഷൂൾസ് ആണ്, മൗസ് കണ്ടെത്തിയത് ഡഗ്ലസ് എംഗൽബാർട്ട്. ഇനി ആദ്യമായിട്ട് മൗസ് ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണ്? സിറോക്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. സിറോക്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ആദ്യമായിട്ട് മൗസിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനി. അപ്പൊ ആ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ആര്? ഡഗ്ലസ് ബാർട്ട് എന്ന് പറയുന്നത്. ഡഗ്ലസ് ബാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹമാണ് എന്ത്? മൗസ് ഡിസ്കവർ ചെയ്ത, മൗസിനെ കണ്ടെത്തിയ ആളാണ് ഡഗ്ലസ് എംഗൽബാർട്ട്. അദ്ദേഹം സിറോക്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. ആ കമ്പനിയാണ് ആദ്യമായിട്ട് മൗസ് ഡെവലപ്പ് ചെയ്തത്. ആ കമ്പനിയിൽ ആര്? ഡഗ്ലസ് എംഗൽബാർട്ട് ആണ് മൗസ് കണ്ടെത്തിയത്. ഓക്കെ, ഇനി മൗസ് കണ്ടെത്തിയത് സിറോക്സ് പാർക്ക് എന്ന് പറഞ്ഞ കമ്പനി ആണെങ്കിലും മൗസിനെ ആദ്യമായി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് ആപ്പിൾ കമ്പനിയാണ്. ആപ്പിൾ കമ്പനിയാണ് ആദ്യമായി മൗസിനെ മാർക്കറ്റിൽ എത്തിച്ചത്. ഓക്കെ, ആപ്പിൾ കമ്പനിയാണ് മൗസ് ആദ്യമായി മാർക്കറ്റിൽ എത്തിച്ചത്. ദെൻ മൗസിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് മിക്കി പെർ സെക്കൻഡ്. മിക്കി പെർ സെക്കൻഡ്. ഇപ്പൊ നമ്മള് നമ്മുടെ നടക്കുന്ന ദൂരം നമ്മൾ എന്തിൽ അളക്കും? മീറ്ററിൽ അളക്കൂലേ? അതേപോലെ ഒരു മൗസ് എത്രത്തോളം സ്പീഡ് ഉണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് എത്ര സ്പീഡിലാണ് ഡാറ്റ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാൻ നമുക്കൊരു കണക്കുണ്ട്. അതാണ് മിക്കി പെർ സെക്കൻഡ്. മിക്കി മൗസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ മിക്കിയാണ്. മിക്കി പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര മിക്കിയാണ് എന്നാണ് സ്പീഡ് പറയാ. അപ്പോൾ ഏറ്റവും കൂടുതൽ മിക്കി പെർ സെക്കൻഡ് ഉള്ളതിന് സ്പീഡ് കൂടുതലായിരിക്കും, ആ രീതിയിൽ. ഓക്കെ, ഇനി മൗസ് കീബോർഡ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് കീബോർഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിഫറെന്റ് കീസ് ഉണ്ട് കീബോർഡിൽ എന്ന് പറഞ്ഞു. മൗസിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ടൈപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ മൗസ്. മെക്കാനിക്കൽ മൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ മൗസ്, നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന മൗസ്, അതായത് ആ മൗസിന്റെ അടിയിൽ ഒരു ബോൾ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൗസിനെ ഇങ്ങനെ നീക്കണം.
മൗസിനെ നീക്കുമ്പോൾ ആ ബോൾ ഇങ്ങനെ ചലിക്കും. ആ മൗസ് നീങ്ങുന്നതിനനുസരിച്ചിട്ട് മൗസ് പോയിന്റർ സ്ക്രീനിൽ ചലിക്കും. അതാണ് ഫസ്റ്റ് മൗസ്, മെക്കാനിക്കൽ മൗസ്. രണ്ടാമത്തെ മൗസ് ആണ് റോളർ ബോൾ അല്ലെങ്കിൽ ട്രാക്ക് ബോൾ എന്ന് പറയും. റോളർ ബോൾ അല്ലെങ്കിൽ ട്രാക്ക് ബോൾ എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓൾസോ സ്റ്റേഷനറി മൗസ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് മൗസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ വരുന്ന മൗസ് ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് മൗസ് ആണ്. അതായത് താഴെ ബോൾ വരുന്നതിന് പകരം ആ ഒരു ബോൾ മീൻസ് ഒരു റൗണ്ട് നമുക്ക് അതിന്മേൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. ആ റൗണ്ട് ഇങ്ങനെ നമുക്ക് നീക്കാൻ പറ്റും. നീക്കണതിനനുസരിച്ച് നമ്മുടെ സ്ക്രീനിലെ പേജ് മുകൾക്കും താഴോട്ടൊക്കെ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ആ ബോൾ മുകളിലാണ് വരുന്നതെങ്കിൽ അതാണ് റോളർ ബോൾ അല്ലെങ്കിൽ ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അതും ഒരു ടൈപ്പ് ഓഫ് മൗസ് തന്നെയാണ്. മൗസിന്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതെന്താണ്? സ്റ്റേഷനറി ആണ്. ഇതിൽ നമുക്ക് ആ ഒരു ബോൾ നീക്കിയാൽ മതി. മൗസ് മൊത്തത്തിൽ നീക്കേണ്ട ആവശ്യമില്ല. മൗസ് മൊത്തത്തിൽ മൂവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സ്റ്റേഷനറി മൗസ് എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ഇൻവേർട്ടഡ് മൗസ് എന്നും പറയും. കാരണം എന്താണ്? നമ്മുടെ പണ്ടത്തെ മെക്കാനിക്കൽ മൗസിന്റെ അടിയിലിരുന്ന് ബോൾ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് തിരിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആ ഒരു രൂപമാണ് ട്രാക്ക് ബോളിന്. അതായത് അടിയിലുള്ള ബോൾ മുകളിലാണ്. അതുകൊണ്ട് ഇൻവേർട്ടഡ് മൗസ് എന്നും പറയപ്പെടുന്നു. ഓക്കെ, അപ്പൊ 2 ടൈപ്സ് ഓഫ് മൗസ്. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ, രണ്ടാമത്തത് റോളർ ബോളോ അല്ലെങ്കിൽ ട്രാക്ക് ബോള്. ഇതിനെ നമ്മൾ സ്റ്റേഷനറി മൗസ് എന്നും പറയും, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് മൗസ് എന്നും പറയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതായിട്ട് അടുത്തൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇപ്പൊ 2 ഇൻപുട്ട് ഡിവൈസ് പറഞ്ഞു, കീബോർഡ് ആൻഡ് മൗസ്. അടുത്തൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇതൊരു പോയിന്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഡിവൈസ് തന്നെയാണ്. മൗസ് പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. പക്ഷെ ഇത് നമ്മൾ എല്ലാ കേസിലും എല്ലാ കമ്പ്യൂട്ടറിലും ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പർപ്പസ്, സ്പെസിഫിക് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് വീഡിയോ ഗെയിമുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ ഗെയിമിൽ ആ ഗെയിമിനെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഡയറക്ഷൻ കൊടുക്കാനും അതിൽ ആ ഒരു ഗെയിമിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പോയിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക്. അതുപോലെ ഡ്രോണ്, നമ്മള് മുകളിലൂടെ പോകുന്ന ക്യാമറ അല്ലേ, ഹെലിക്യാം എന്ന് പറയപ്പെടും, ഹെലിക്യാം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡ്രോണ്. ഈ ഡ്രോണും ഹെലിക്യാം ഒക്കെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും എന്ത് യൂസ് ചെയ്യാറുണ്ട്? ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. വീഡിയോ ഗെയിം, ഡ്രോണ്, ഹെലിക്യാം ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സ്കാനർ. സ്കാനർ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണല്ലേ. സ്കാനർ നമുക്കറിയാം എന്താണ്, നമ്മൾ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു പിക്ചർ, ഒരു ഇമേജിനെ, എന്തെങ്കിലും ഒരു പിക്ചറിനെ അല്ലെങ്കിൽ ഈ ഇമേജിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, നമ്മൾ എഴുതിയ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ്, അതിനെ നമുക്കൊരു ഡിജിറ്റൽ ഫോർമാറ്റിൽ, ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനർ യൂസ് ചെയ്യുന്നത്. കൺവേർട്ടിംഗ് ഇമേജസ് ഓർ ടെക്സ്റ്റ് ഇൻടു എ ഡിജിറ്റൽ ഫോർമാറ്റ്. അപ്പൊ ഇതെന്ത് ചെയ്യും? നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഇമേജ് അല്ലെങ്കിൽ ടെക്സ്റ്റിന് നമ്മൾ പറയുന്നതാണ് ഹാർഡ് കോപ്പി. അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി മാറ്റിയതിനെ നമ്മൾ എന്ത് പറയും? സോഫ്റ്റ് കോപ്പി എന്ന് പറയും. അതായത് ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്കാനർ. ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. ഇപ്പൊ നമ്മൾ അക്ഷയയിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, സ്കാനറിൽ എന്തെങ്കിലും നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ടെക്സ്റ്റ് ആണ് അല്ലെ. അതിൽ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടില്ലേ ആ ഒരു സർട്ടിഫിക്കറ്റില്. അപ്പൊ ആ ടെക്സ്റ്റിന് എന്ത് ചെയ്യും? ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിൽ വരും. ഓക്കെ, അതാണ് സ്കാനർ. ദെൻ നെക്സ്റ്റ് വെബ് ക്യാം എന്നാണ് അടുത്ത ഇൻപുട്ട് ഡിവൈസ്. വെബ് ക്യാം എന്തിനാ യൂസ് ചെയ്യുന്നത്? വീഡിയോ ചാറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് വെബ് ക്യാം. അപ്പൊ ഈ ഒരു പേര് വെബ് ക്യാം എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഡിജി ക്യാം എന്നുള്ള വേർഡിൽ നിന്നാണ്. ഡിജി ക്യാം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ എന്നുള്ളതിന്റെ ചുരുക്കാണ് കേട്ടോ, ഡിജി ക്യാം. അപ്പൊ ഡിജി ക്യാം എന്നുള്ളതിൽ നിന്നാണ് വെബ് ക്യാം എന്ന പേര് വന്നത്. വെബ് ക്യാം യൂസ് ചെയ്യുന്നത് വീഡിയോ ചാറ്റിങ്ങിനാണ്. ഓക്കെ,
ഇനി ഡിജിറ്റൽ ക്യാമറ, ഡിജിക്യാം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തത് ആരാണ്? സ്റ്റീവൻ ജെ സാൽസൺ ആണ് ഡിജിറ്റൽ ക്യാമറ ഡിസ്കവർ ചെയ്ത ആള്. ആ പേര് ഓർത്തു വെക്കുക കേട്ടോ. ഡിജിറ്റൽ ക്യാമറ ഡിസ്കവേർഡ് ബൈ സ്റ്റീവൻ ജെ സാൽസൺ. ഓക്കെ. ദെൻ അടുത്തൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൈക്രോഫോൺ. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇയർഫോൺ ഒക്കെ മൈക്രോഫോണിൽ പെടും. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? മൈക്രോഫോണിന്റെ ഫംഗ്ഷന് നമ്മൾ പറയുന്ന കാര്യം വോയിസ് സിഗ്നൽ എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് മാറ്റാൻ കഴിയും അല്ലെ. മൈക്രോഫോണിലൂടെ നമ്മുടെ വോയിസ് സിഗ്നലിനെ ഒരു ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് സ്പീക്കർ. സ്പീക്കർ എന്ന് പറയുന്നതിലൂടെ എന്താണ്? നമുക്ക് നമ്മൾ പറയുന്ന കാര്യം വലിയൊരു സൗണ്ട് ആയിട്ട് കേൾക്കല് ചെയ്യുന്നത് സ്പീക്കറിലൂടെ. അതായത് അവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഇലക്ട്രിക് സിഗ്നൽ കൊടുത്തിട്ട് അവിടെ വോയിസ് സിഗ്നലിനെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക ചെയ്യുന്നത്. അപ്പൊ സ്പീക്കർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അവിടെ നമുക്ക് വോയിസിനെ ഔട്ട്പുട്ട് ആക്കിയിട്ടാണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീക്കർ യൂസ് ചെയ്യുന്നത്. പക്ഷെ മൈക്രോഫോണിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ വോയിസ് അങ്ങോട്ട് കൊടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോഫോൺ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. വോയിസ് സിഗ്നലിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ അടുത്തത് OMR. OMR എന്ന് നമ്മൾ PSC എഴുതുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും. OMR ഷീറ്റ്. എന്താണ് OMRന്റെ ഫുൾ ഫോം? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് OMRന്റെ ഫുള്ള്. OMR എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഒക്കെ വാല്യൂഷന് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. PSC പോലുള്ള എക്സാംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എക്സാമിനൊക്കെ. അപ്പൊ എന്താണ് OMR? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്താണ്? എങ്ങനെയാണ് അതൊരു ഇൻപുട്ട് ഡിവൈസ് ആകുന്നത്? അതായത് ഇതിലെന്താണ്? ഇതില് ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പേന ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പേപ്പറിൽ നമ്മൾ പെൻസിലോ പേനയോ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്താണോ നമ്മൾ ആ പേപ്പറിൽ മാർക്ക് ചെയ്തത് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ നമ്മൾ പെൻസിലോ പേനയോ ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഒരു കാര്യം റീഡ് ചെയ്യുക, മാർക്ക് റീഡർ, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുക. അതിനാണ് OMR യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലത്തെ മറ്റൊരു ഡിവൈസ് ആണ് OCR. OCR എന്ന് പറഞ്ഞാൽ അവിടെ C മാത്രമേ മാറ്റുള്ളൂ അല്ലെ. ആ സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. നേരത്തെ നമ്മൾ എന്തെങ്കിലും ഒരു മാർക്ക് പേപ്പറിൽ എന്തെങ്കിലും ഒരു മാർക്ക് വിളിക്കണമെങ്കിൽ ആ മാർക്കാണ് OMRൽ റീഡ് ചെയ്തത്. അതേസമയം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറിൽ OCRൽ റീഡ് ചെയ്യുന്ന എന്താണ്? ഒരു പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ്, എന്തെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളവിടെ ടൈപ്പ് ചെയ്തത്? ആ ടെക്സ്റ്റ് മൊത്തം അതിൽ നമ്മൾ യൂസ് ചെയ്ത ക്യാരക്ടേഴ്സ്, ഡിജിറ്റ്സ് ആവട്ടെ ലെറ്റേഴ്സ് ആവട്ടെ, അതിൽ നമ്മൾ യൂസ് ചെയ്ത ക്യാരക്ടേഴ്സിനെ ഒക്കെ ഇത് റീഡ് ചെയ്യും. എന്നിട്ട് ആ റീഡ് ചെയ്ത ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ. അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചില ഡോക്യുമെന്റ് ഒക്കെ സേവ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും റീഡ് ഓൺലി എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എഡിറ്റബിൾ ആക്കാൻ കഴിയും അല്ലെ. അതുപോലെ ഒരു ടെക്സ്റ്റിനെ റീഡ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്? OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഓക്കെ. അപ്പൊ ഒരു ടെക്സ്റ്റിന് നമ്മൾ ഈ OCRൽ കൊടുത്തു കഴിഞ്ഞാൽ, OCR കയറ്റി കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ യൂസ് ചെയ്തിട്ട് ഈ OCR യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ടെക്സ്റ്റുകളൊക്കെ റീഡ് ചെയ്യും. ആ ടെക്സ്റ്റിനെ അത് എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. ഇതാണ് OCRന്റെ ഫംഗ്ഷൻ. ഓക്കെ. ഇനി അടുത്തതാണ് MICR. MICRന്റെ ഫുൾ ഫോം ആണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസർ. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസർ. അപ്പൊ ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ബാങ്കിങ് ഇൻഡസ്ട്രീസിലാണ്. അതായത് ബാങ്കുകളിലൊക്കെ ഈ ചെക്ക് ഉണ്ടാവില്ലേ, ബാങ്കിലെ ചെക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് MICR എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് BCR. BCR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ.
ബാർകോഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അതിന് ഒരു കോഡ് ഉണ്ടായിരിക്കും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ ഇട്ടിട്ടില്ലേ, അതാണ് ബാർകോഡ്. അപ്പൊ എന്തിനാണ് ആ ഒരു കോഡ്? ഇറ്റ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ആൽഫ ന്യൂമറിക് വാല്യൂസ്. ആ കോഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത് ചില ആൽഫ ന്യൂമറിക് ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ബാർകോഡ് എന്ന് പറയുന്നത്. ആ ബാർകോഡ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, അതിനെ തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ഈ ബാർകോഡ് കണ്ടെത്തിയത് ആരാണ്? ബാർകോഡ് കണ്ടെത്തിയ ആളാണ് നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. വുഡ്ലാൻഡിന്റെ ബാർകോഡ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. വുഡ്ലാൻഡിന്റെ ബാർകോഡ്. ബാർകോഡ് കണ്ടെത്തിയത് നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. ബാർകോഡ് എന്ന് പറയുന്നത്, ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ബാർകോഡ് റീഡർ കണ്ടെത്തിയത് നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ ന്യൂമറിക് വാല്യൂസ് ഒക്കെ ഉള്ള ഒരു കോഡാണ്. ദെൻ ഇന്ത്യൻ പ്രോഡക്ട്സ്, എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ടായിരിക്കും ബാർകോഡ്. അപ്പൊ ഇന്ത്യൻ പ്രൊഡക്ട്സിന്റെ ബാർകോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 890 എന്നുള്ള ലെറ്ററിലാണ്. 890. ജസ്റ്റ് നമ്മുടെ ഒരു നോട്ട്ബുക്കുമേലോ ഒക്കെ നോക്കിയാൽ തന്നെ കാണും, നോട്ട്ബുക്കിന്റെ ബാക്കിലോ ഒക്കെ ഉണ്ടാവാറുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ ഇങ്ങനെ. അതിന്റെ താഴെ ഒരു നമ്പറും ഉണ്ടാവും, ആ ലൈനിന് തൊട്ട് താഴെയായിട്ട് 890 ഇന്ത്യൻ പ്രൊഡക്ട്സിന്റെ ആ ഒരു ബാർകോഡിന്റെ നമ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 890 ഓക്കെ. നോട്ട്ബുക്കിൽ കാണുന്നില്ല, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. QR CR എന്ന് പറയുന്നത് QR കോഡർ ആണ്. QR കോഡ് റീഡർ. QR കോഡ് റീഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? QRCR. അത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞു, അത് ബാർകോഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ QR കോഡ് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും അല്ലെ, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണല്ലോ സ്കാൻ ചെയ്യാനൊക്കെ. അപ്പൊ QR കോഡ് റീഡ് ചെയ്യാനുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ് QR കോഡ് റീഡർ. ഓക്കെ. QR-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്വിക്ക് റെസ്പോൺസ്. ക്വിക്ക് റെസ്പോൺസ് എന്നാണ് QR എന്നുള്ളതിന്റെ ഫുൾ. അപ്പൊ ഈ QR കോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം യൂസർ ഫ്രണ്ട്ലി ആണ്. യൂസർ ഫ്രണ്ട്ലി ആണ്. കാരണം എന്താണ്? നമുക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് തന്നെ, ഇപ്പൊ ബാക്കിയുള്ളതിന് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വേണം. QR കോഡ് ഈവൻ മൊബൈൽ യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് QR കോഡ് യൂസ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. അപ്പൊ ഇത്രയുമാണ് ഇൻപുട്ട് ഡിവൈസുകൾ. ഓക്കെ. ഇൻപുട്ട് ഡിവൈസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കീബോർഡ്, മൗസ്, സ്കാനർ, ദെൻ എന്തൊക്കെ വരുന്നുണ്ട്? ജോയ്സ്റ്റിക്ക്, വെബ്കാം, OMR, OCR, മൈക്രോഫോണ്, MICR, ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതായിട്ട് ഇപ്പൊ ഹാർഡ്വെയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹാർഡ്വെയറിന്റെ 3 ടൈപ്പ് പറഞ്ഞതായിരുന്നു ഇൻപുട്ട് ഡിവൈസുകൾ. ഇനി ഇതിൽ തന്നെ എന്ത് ചെയ്യാണ്ട്? CPU ആണ് അടുത്തത്. ഹാർഡ്വെയറിന്റെ മറ്റൊരു ടൈപ്പ് ആണ് CPU. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, CPU എന്ന് പറഞ്ഞത്. അതിൽ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് CPU എന്താണെന്ന് പറയാം, അതിനുശേഷം ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെന്ന് പറയാം. ഓക്കെ. അപ്പൊ CPU-നെ കുറിച്ച് പറയുകയാണെങ്കിൽ CPU-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പൊ ഇതിനറിയപ്പെടുന്ന പേരാണ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. അന്ന് ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് CPU-ന് അറിയപ്പെടുന്ന പേര്. ഇനി CPU-ന് 3 പാർട്സ് ഉണ്ട്. അതാണ് ALU, CU, MU. ALU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മാത്സ് റിലേറ്റഡ് കാര്യങ്ങളാണെന്ന് അല്ലെ. അതായത് നമ്മൾ എന്തെങ്കിലും ഡാറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിനെ പ്രോസസ് ചെയ്യിപ്പിക്കുന്ന പണിയാണ്. പ്രോസസിംഗ് യൂണിറ്റ് ആണ് CPU. അതിനെ CPU പ്രോസസ് ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അരിതമെറ്റിക്സ്, ലോജിക്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർവഹിക്കുന്ന, ആ ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്ന CPU-ന്റെ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഓക്കെ. പിന്നെ മറ്റു 2 യൂണിറ്റുകളാണ് കൺട്രോൾ യൂണിറ്റും മെമ്മറി യൂണിറ്റും. അതാണ് CU, MU. കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. അപ്പൊ ഏതൊക്കെയാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ, CPU-ന്റെ 3 പാർട്സ് ആണ് ALU, CU, MU. അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്, ദെൻ കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഓക്കെ.
ഹലോ, വോയിസ് ഓഡിബിൾ അല്ലേ? സോറി, PDF പോയെന്നു അവിടെ എടുക്കട്ടെ കേട്ടോ. ഓക്കെ, വിസിബിൾ അല്ലേ? ഹലോ, സ്ക്രീൻ വിസിബിൾ അല്ലേ? അപ്പോ മെമ്മറി യൂണിറ്റ്, ഇതില് മെമ്മറി യൂണിറ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അരിത്തമെറ്റിക്കും കൺട്രോൾ യൂണിറ്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CPU-ന്റെ ഫംഗ്ഷൻസ്. അപ്പൊ മെമ്മറി യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെമ്മറി യൂണിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൈമറി മെമ്മറി യൂണിറ്റ് ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. ഇതിൽ ഫസ്റ്റ് പ്രൈമറി മെമ്മറിയെ കുറിച്ചിട്ട് പറയാം, ദെൻ സെക്കൻഡറി നമുക്ക് അതിന്റെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പ്രൈമറി മെമ്മറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെമ്മറി യൂണിറ്റ് ഹാവിംഗ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് മൈക്രോ പ്രോസസ്സർ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ മൈക്രോ പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള മെമ്മറി യൂണിറ്റ് ആണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് റാം, റോം. അപ്പൊ റാം, റോം നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് അതിന്റെ റാം എത്രയാണെന്നൊക്കെ നോക്കാറുണ്ട്. അപ്പൊ റാം, റോം ഇതൊക്കെ എന്താണ്, പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ റാമിന്റെ ഫുൾ ഫോം ആണ് റാൻഡം ആക്സസ് മെമ്മറി. റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി റാം. അപ്പൊ ഇതിൽ തന്നെ റാമിനെ കുറിച്ച് പറയാം ആദ്യം. അപ്പൊ കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. അപ്പൊ അതിൽ മെമ്മറി യൂണിറ്റിൽ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്രൈമറി മെമ്മറി യൂണിറ്റും സെക്കൻഡറി മെമ്മറി യൂണിറ്റും. അതിൽ പ്രൈമറിയുടെ 2 എക്സാമ്പിൾസ് ആണ് റാം, റോം. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതാണ്. അപ്പോ അതിന്റെ എക്സാമ്പിൾസ് റാം ആൻഡ് റോം. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റാമിനെ കുറിച്ചാണ്. റാം എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി. അപ്പൊ ഇതെന്താണ്, റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ്. നമുക്ക് വായിക്കാനും അതേപോലെ എഴുതാനും കഴിയുന്ന മെമ്മറിയാണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ് റാം, റാൻഡം ആക്സസ് മെമ്മറി. ഇനി ഇതൊരു ടെമ്പററി സ്റ്റോറേജ് ആണ്. ഈ മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അതേ സമയത്ത് ആ സമയത്ത് തന്നെ ഈ ഒരു മെമ്മറിയിലേക്ക്, റാമിലേക്ക് അപ്പൊ തന്നെ സേവ് ചെയ്തുകൊണ്ടിരിക്കും. ടെമ്പററി. പക്ഷെ ഈ ഒരു സേവിങ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അത് സേവ് ചെയ്യും. ഇനി നമ്മൾ വർക്ക് ചെയ്തതിന്റെ ഇടയിൽ ഓഫ് ആയാലോ, അത് ഓഫ് ആയി കഴിഞ്ഞാൽ മൊത്തം പോകും. നമ്മൾ അതുവരെ ചെയ്ത വർക്കൊക്കെ ആ റാമിന്ന് പോകും. അതുകൊണ്ടാണ് ടെമ്പററി സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. ഒരു റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ആണ് റാം എന്ന് പറയുന്നത്. അതുപോലെ അതൊരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ അത് മെമ്മറിയിലേക്ക്, റാമിലേക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അതുകൊണ്ട് റാമിനെ നമ്മൾ പറയുന്ന പേരാണ് വർക്കിംഗ് ഏരിയ. റാമിന് അറിയപ്പെടുന്ന പേരാണ് വർക്കിംഗ് ഏരിയ. റാം is also known as working area. It is a volatile memory. വൊളാറ്റൈൽ മെമ്മറി ആണ് റാം എന്ന് പറയുന്നത്. എന്താണ് വൊളാറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ കണ്ടന്റ് ലോസസ് വെൻ വി പവർ ഓഫ്. നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്തു വെച്ചിരുന്ന കണ്ടന്റ് ഒക്കെ ലോസ് ആവും. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് അതിന് വൊളാറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെമ്പററി മെമ്മറി. ഓക്കെ, വെൻ ദ മെമ്മറി ബിറ്റ്വീൻ റാം ആൻഡ് പ്രൊസസ്സർ. റാമിനും പ്രോസസ്സറിനും ഇടയിലുള്ള മെമ്മറിയാണ് കാഷ്യ മെമ്മറി എന്ന് പറയുന്നത്. റാമിനും പ്രോസസ്സറിനും ഇടയിലുള്ള മെമ്മറിയാണ് കാഷ്യ മെമ്മറി. ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഇതിൽ വരുന്നതാണ് റോം. അപ്പൊ റാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് റോം എന്ന് പറയുന്നത്. റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെന്താണ്, നമ്മൾ റാം പറഞ്ഞു റീഡ് ആൻഡ് റൈറ്റ് ആണ്, വായിക്കാനും എഴുതാനും കഴിയും. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി ആണ്, വായിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇനി ഇതൊരു നോൺ വൊളാറ്റൈൽ മെമ്മറിയാണ്. നോൺ വൊളാറ്റൈൽ മെമ്മറിയാണ്. അതായത് നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച വർക്കുകളൊന്നും, കണ്ടന്റ് ഒന്നും എന്ത് ചെയ്യില്ല,
ലോസ്റ്റ് ആവില്ല. ഓക്കെ, അത് അവിടെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, പെർമനന്റ് സ്റ്റോറേജ് ഏരിയ ആണ്. ഓക്കെ, പെർമനന്റ് സ്റ്റോറേജ് ഏരിയ ആണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഇസ് ദ നോൺ വൊളാറ്റൈൽ മെമ്മറി. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടന്റ് ലോസ് ആവില്ല. പെർമനന്റ് സ്റ്റോറേജ് ഏരിയ ആണ്. ഓക്കെ, ദെൻ ഇവിടെ യൂസർക്ക് ക്യാൻ റീഡ് ദ കണ്ടന്റ്. ഓക്കെ, യൂസർക്ക് കണ്ടന്റ് റീഡ് ചെയ്യാൻ, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, റൈറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു റീഡ് ഓൺലി മെമ്മറിയാണ്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഫോം വയറിനെ കുറിച്ചാണ്. ഫോം വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പെർമനന്റ് സോഫ്റ്റ്വെയർ സേവ്ഡ് ഇൻ റോം, റോമിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു പെർമനന്റ് സോഫ്റ്റ്വെയർ ആണ് ഫോം വയർ എന്ന് പറയുന്നത്. ഫോം വയർ ഈസ് എ പെർമനന്റ് സോഫ്റ്റ്വെയർ സേവ്ഡ് ഇൻ റോം. ഓക്കെ, റോമില് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോം വയർ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫോം വയർ എന്താന്ന് ചോദിക്കും, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് നമ്മളിപ്പോ പ്രൈമറി മെമ്മറിയെ കുറിച്ച് പറഞ്ഞു. ഇനി മെമ്മറി യൂണിറ്റിന്റെ മറ്റൊരു ടൈപ്പ് ആണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി മെമ്മറി നമ്മൾ പറഞ്ഞു മൈക്രോ പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതാണ്. ഓക്കെ, അതേസമയം സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഇതൊരു ഓക്സിലറി മെമ്മറിയാണ്. മൈക്രോ പ്രോസസ്സറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന മെമ്മറി അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി ഉണ്ടല്ലോ, അതാണ് എന്ത്, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ഫോണിൽ എന്തുണ്ട്, അതിന്റെ സ്റ്റോറേജ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ടാവും, പിന്നെ നമ്മുടെ SD കാർഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കും. അതേപോലെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റിന്റെ രണ്ട് ടൈപ്പാണ് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കമ്പ്യൂട്ടറിലുള്ള മൈക്രോ പ്രോസസ്സറുമായിട്ട് കണക്ഷൻ ഉള്ള മെമ്മറി, ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി. ഇനി ഇതിന്റെ ഒരു 3 ടൈപ്പ് മെമ്മറീസ് ഉണ്ട്. സെക്കൻഡറി മെമ്മറി തന്നെ വീണ്ടും 3 ടൈപ്പ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ സെക്കൻഡറി മെമ്മറിയിലെ ഫസ്റ്റ് ടൈപ്പ് ആണ് മാഗ്നറ്റിക് മെമ്മറി. മാഗ്നറ്റിക് മെമ്മറി, അപ്പൊ മാഗ്നറ്റിക് മെമ്മറിയിൽ വരുന്നതാണ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി. ഹാർഡ് ഡിസ്ക് ആൻഡ് ഫ്ലോപ്പി. രണ്ടാമത്തത് ഒപ്റ്റിക്കൽ മെമ്മറി. ഒപ്റ്റിക്കൽ മെമ്മറിയിൽ വരുന്നതാണ് CD, DVD, BRD എക്സെട്ര. അതൊക്കെ ഒപ്റ്റിക്കൽ മെമ്മറിയിൽ വരും. CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CDന്റെ ഫുൾ ഫോം എന്താണ്, CDന്റെ ഫുൾ ഫോം ആണ് കോമ്പാക്ട് ഡിസ്ക്. DVDന്റെ ഫുൾ ഫോം എന്താണ്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ BRDന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്ലൂ റേ ഡിസ്ക്. ബ്ലൂ റേ ഡിസ്ക്. അപ്പൊ ഇതൊക്കെ ഒപ്റ്റിക്കൽ മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. മാഗ്നറ്റിക് മെമ്മറിയുടെ എക്സാമ്പിൾ ആണ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി. ദെൻ മൂന്നാമത്തേതാണ് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറിയുടെ എക്സാമ്പിൾ ആണ് USB, SD കാർഡ്സ് ഒക്കെ. അപ്പൊ USB എന്ന് പറയുന്നത് നമ്മളെ പെൻഡ്രൈവ്സ് ഒക്കെ അതിൽ വരും. SD കാർഡ്, SD ഫുൾ ആണ് സെക്യൂർഡ് ഡിജിറ്റൽ കാർഡുകൾ. USB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡ്രൈവ്. അപ്പൊ ഇത് മൂന്നുമാണ് സെക്കൻഡറി മെമ്മറിയുടെ 3 ടൈപ്പുകൾ. മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി ആൻഡ് ഫ്ലാഷ് മെമ്മറി. ഓക്കെ, ഇനി CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, CDന്റെ ഫുൾ ഫോം കോമ്പാക്ട് ഡിസ്ക് ആണ്. ഇതൊരു ഇതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 to 750 വരെയാണ്. 650 to 750 ആണ് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ്. CDയുടെ ഫുള്ള് കോമ്പാക്ട് ഡിസ്ക്. ദെൻ DVDയുടെ ഫുള്ള് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. BRDയുടെ ഫുള്ള് ബ്ലൂറേ ഡിസ്ക്. ദെൻ BRDയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് സിംഗിൾ ലെയർ ആയിട്ടും ഡബിൾ ലെയർ ആയിട്ടും ഉണ്ടാവാറുണ്ട്. സിംഗിൾ ലെയർ ആണെങ്കിൽ 25 GB യും ഡബിൾ ലെയർ ആണെങ്കിൽ 50 GB യും ആണ് BRDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ദെൻ പിന്നെ ഇതിൽ വരുന്ന ഒരു ടേം ആണ് ബേണിംഗ്. ബേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടെക്നോളജി യൂസ്ഡ് ടു റൈറ്റ് ഡാറ്റ ഇൻ ഒപ്റ്റിക്കൽ ഡിവൈസ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡിവൈസസ് ആയിട്ടില്ല CD അല്ലെങ്കിൽ DVD പോലുള്ള ഒപ്റ്റിക്കൽ ഡിവൈസുകളിൽ ഡാറ്റ എഴുതാൻ വേണ്ടിയിട്ട്, ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതും നോട്ട് ചെയ്യുക. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബേണിംഗ് എന്താണ്. ബേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു
മെമ്മറി, സെക്കൻഡറി മെമ്മറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. സെക്കൻഡറി മെമ്മറിയുടെ ഒരു ടൈപ്പ് ആണ്. അതിൽ നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബേണിംഗ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് മാഗ്നറ്റിക് ഡിവൈസിൽ നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് മെമ്മറിയുടെ ടൈപ്പ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, ഹാർഡ് ഡിസ്കും അതുപോലെ ഫ്ലോപ്പിയും. അതിൽ ഫ്ലോപ്പി എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തത് അലൻ ഷുഗർട്ട് ആണ്. അലൻ ഷുഗർട്ട്, ആ പേര് ഓർത്ത് വെക്കുക, അലൻ ഷുഗർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോപ്പി ഡിസ്കവർ ചെയ്തത് അലൻ ഷുഗർട്ട്. ഈ ഫ്ലോപ്പിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 144 MB, വളരെ കുറവാണ്, ചെറിയ ഒരു MB ഒക്കെ ഉള്ളൂ. 144 MB ഒക്കെയാണ് ഫ്ലോപ്പിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലോപ്പി ഡിസ്കവർ ചെയ്തത് അലൻ ഷുഗർട്ട് ആണ്. ഇപ്പൊ ഫ്ലോപ്പി അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പൊ അതിനേക്കാൾ സ്റ്റോറേജ് ചെയ്യുന്ന സ്റ്റോറേജിങ് ഡിവൈസുകളൊക്കെ ഉള്ളതുകൊണ്ട്. CD ഡിസ്കവർ ചെയ്തത്, CD എന്ന് പറയുന്നത് കോമ്പാക്ട് ഡിസ്ക് ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അത് ഡിസ്കവർ ചെയ്തത് ജെയിംസ് ടി റാസൽ ആണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും പഠിച്ചു വെക്കുക. ഫ്ലോപ്പി ഡിസ്കവർ ചെയ്തത് അലൻ ഷുഗർട്ട്, CD ഡിസ്കവർ ചെയ്തത് ജെയിംസ് ടി റാസൽ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്ത്, കീബോർഡ് ഡിസ്കവർ ചെയ്തത് ആരാണ്? ക്രിസ്റ്റഫർ ഷൂൾസ് ആയിരുന്നു. അതുപോലെ മൗസ് ഡിസ്കവർ ചെയ്തത് ആരായിരുന്നു? മൗസ് ഡിസ്കവർ ചെയ്തത് എങ്കൽ ബാർട്ട്, ഡഗ്ലസ് എങ്കൽ ബാർട്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടോ. ഓക്കെ, ദെൻ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് മെമ്മറിയാണ്. ഹാർഡ് ഡിസ്കും ഫ്ലോപ്പിയും മാഗ്നറ്റിക് മെമ്മറിയാണെന്ന് പറഞ്ഞു. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റോറിംഗ് ഹൗസ് ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. സ്റ്റോർ ഹൗസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. അപ്പൊ അതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 1 TB 2 TB ഒക്കെ. അപ്പൊ അത്രയും ഹൈ സ്റ്റോറേജ് ഉള്ള ഒരു ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഒരു മെമ്മറി ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, സ്റ്റോർ ഹൗസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. ഇനി ഫാസ്റ്റസ്റ്റ് മെമ്മറി, ഒരു കമ്പ്യൂട്ടറിലെ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്, ക്യാഷ് മെമ്മറി എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ആണ് ഫാസ്റ്റസ്റ്റ് മെമ്മറി. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ CPU നെ കുറിച്ച് പറഞ്ഞു, ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ഔട്ട്പുട്ട് ആഫ്റ്റർ പ്രോസസിംഗ് ദ ഇൻപുട്ട് ഡാറ്റ ഇൻ ദ CPU. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് ഒക്കെ കൊടുത്തു, ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുത്തു, CPU അത് പ്രോസസ് ചെയ്തു, എന്നിട്ട് നമുക്ക് CPU പ്രോസസ് ചെയ്തിട്ട് എന്ത് കിട്ടാണ്, ഔട്ട്പുട്ട് കിട്ടാണ്. ഓക്കെ, ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് ഔട്ട്പുട്ട് ഡിവൈസസിലൂടെയാണ്. എക്സാമ്പിൾ, ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ് മോണിറ്റർ, സ്പീക്കർ, പ്രിന്റർ, പ്രൊജക്ടർ, പ്ലോട്ടർ എക്സെട്ര. ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ മോണിറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് മോണിറ്റർ ആണ്. ഇതിന് നമ്മൾ ഓൾസോ നോൺ ആസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നും പറയപ്പെടും. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നും അറിയപ്പെടുന്നു, VDU എന്നും അറിയപ്പെടുന്നു. ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ നമ്മൾ പറയുന്നത് പിക്സൽസിലാണ്. എത്ര പിക്സൽ ഉണ്ട് അതിനനുസരിച്ചാണ് അതിന്റെ റെസൊല്യൂഷൻ ഉണ്ടാവുക. ദെൻ അതിനനുസരിച്ചാണ് അതിന്റെ ബ്രൈറ്റ്നസ് ഉണ്ടാവുക. ബ്രൈറ്റ്നസ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് പിക്സൽസ്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് ഉണ്ട്. മോണിറ്റേഴ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. അതാണ് CRT, LCD, LED, OLED, TFT, പ്ലാസ്മ മോണിറ്റർ, 3D മോണിറ്റർ ഒക്കെ പറയുന്നത്. ഇനി ഇതിന്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. CRT എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബ്, LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, OLED ഓർഗാനിക് LED, TFT എന്ന് പറയുന്നത് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ, ദെൻ പ്ലാസ്മ മോണിറ്റർ, 3D മോണിറ്റർ. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾസ്, മോണിറ്ററിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പ്രിന്റ് എടുക്കുന്നവരാണ്. എന്താണ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാല്, ഒരു ഹാർഡ് കോപ്പി കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ ഒരു ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കി അതെന്താണ്, സോഫ്റ്റ് കോപ്പിയാണ്. അത് നമ്മൾ പുറത്തേക്ക് പ്രിന്റ് എടുക്കുന്ന ഹാർഡ് കോപ്പി ആയിട്ട് എടുക്കുന്ന ഡിവൈസ് ആണ് പ്രിന്റർ എന്ന് പറയുന്നത്. ഇനി പ്രിന്ററിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് PPM ലാണ്. PPM എന്ന് പറഞ്ഞാൽ പേജസ് പെർ മിനിറ്റ്. ഇനി ഇതിന്റെ റെസൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് DPI നോക്കിയിട്ടാണ്. DPI എന്ന് പറഞ്ഞാൽ
ഡോട്ട്സ് പെർ ഇഞ്ച്, ഒരു ഇഞ്ചിൽ എത്ര ഡോട്ട്സ് ഉണ്ട് എന്നുള്ളതിന്റെ എണ്ണാണ്. അപ്പൊ DPI കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? റെസൊല്യൂഷൻ കൂടും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പ്രിന്റർ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രിന്ററിന്റെ ഹെഡ് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന പേപ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെയുള്ള പ്രിന്റർ ആണ് ഇമ്പാക്ട് പ്രിന്റർ. ഇനി നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മുടെ പ്രിന്ററിന്റെ ഹെഡ് നമ്മൾ വെക്കുന്ന പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? നമുക്ക് വേണ്ട ഡാറ്റാസ് ഈ പേപ്പറിലേക്ക് ഇങ്ക് എന്ത് ചെയ്യാണ്? സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വേണ്ട ഡാറ്റ അതിൽ എന്താവും? പ്രിന്റ് ആവും. ഓക്കെ. അപ്പൊ നോൺ ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾസ് ആണ് ഇങ്ക് ജെറ്റ്, ലേസർ, തെർമൽ. ഇമ്പാക്ട് പ്രിന്ററിനെ നമ്മൾ വീണ്ടും രണ്ടാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ലൈൻ പ്രിന്ററും ക്യാരക്ടർ പ്രിന്ററും. അപ്പൊ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്പുട്ട് ഒരു ലൈനുകളായിട്ട് അതിനെ പിന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇതിലെ പ്രിന്റ് ചെയ്ത് വരിക. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഡ്രം ചെയിൻ. ലൈൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ വേർഡ് അല്ല, അതേപോലെ ഡ്രം ചെയിൻ, സിമ്പിൾ, രണ്ട് സിമ്പിൾ വേർഡ്സ്, അങ്ങനെ ഓർത്ത് വെക്കാം. ദെൻ അടുത്ത ടൈപ്പ് ആണ് ക്യാരക്ടർ. ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്ന ക്യാരക്ടർ, അതിന്റെ എക്സാമ്പിൾസ് ആണ് ഡൈസി വീല്, ഡോട്ട് മെട്രിക്സ്, ലെറ്റർ ക്വാളിറ്റി. ഇത് മൂന്നും ക്യാരക്ടറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്യാരക്ടർ പ്രിന്ററിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഫാസ്റ്റസ്റ്റ് പ്രിന്റർ, ഇതിൽ ഫാസ്റ്റസ്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത് ലേസർ പ്രിന്റർ ആണ്. നമ്മൾ പറഞ്ഞു നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ വരുന്നതാണ് ലേസർ പ്രിന്റർ. ഇതിൽ യൂസ് ചെയ്യുന്ന ഇങ്ക് ആണ് ടോണർ. ലേസർ ആണ് ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് പ്രിന്റർ. ദെൻ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രിന്റർ ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ്. അതേസമയം നമ്മുടെ ഷോപ്പിലൊക്കെ പ്രിന്റ് ചെയ്യാൻ, ബില്ലൊക്കെ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ലോ ക്വാളിറ്റിയിലുള്ള നോയ്സി ആയിട്ടുള്ള പ്രിന്റർ ആണ്. അതാണ് ഡോട്ട് മെട്രിക്സ്. നമുക്ക് ചീപ്പ് ആയിട്ടുള്ള തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രിന്ററിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ പിന്നെ വരുന്ന സ്പീക്കറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് എനർജീനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ. ദെൻ പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റർ തന്നെയാണ്. പ്രിന്ററിന്റെ പോലത്തെ ഒരു ഡിവൈസ് തന്നെയാണ് പ്ലോട്ടറും. ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ആണ് പ്രിന്റ് ചെയ്ത് ഹാർഡ് കോപ്പി ആയി കിട്ടിയത്. ഇവിടെ എഞ്ചിനീയേഴ്സ് ഒക്കെ അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഗ്രാഫായിട്ട് വരയ്ക്കാൻ, അവരുടെ പ്ലാന് കിട്ടാൻ, അല്ലെങ്കിൽ ഡ്രോയിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഔട്ട്പുട്ട് ചെയ്ത് പ്രിന്റ് ചെയ്തെടുക്കുന്നത് പ്ലോട്ടർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് യൂസ്ഡ് പ്രൈമർലി ഇൻ ഓട്ടോകാഡ്. ഇപ്പൊ ഓട്ടോകാഡ് അല്ലെങ്കിൽ ഓട്ടോക്യാം, CAD എന്ന് പറഞ്ഞാൽ, CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻ എന്നാണ്. ക്യാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡ് മാനുഫാക്ചറിംഗ് ആണ്. അപ്പൊ ഓട്ടോക്യാം എന്നൊക്കെ പറയുന്നത് ഓരോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളാണ്. ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്ലോട്ടർ ആണ്. അപ്പൊ ഇത്രയാണ് പ്ലോട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. ഇതാണ് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് ഇപ്പൊ ഇന്ന് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിതിൽ CPU, അതുപോലെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ബാക്കി സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.